ഹായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പം ഇന്ന് ഒരു കുറച്ച് വിഷമത്തോടെയാണ്, പക്ഷേ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ട സമയത്ത് പറയാൻ നേരിട്ട് പറഞ്ഞുകൂടെ വന്നത്. നമ്മളോട് ചോദിക്കുന്ന ആളെയുള്ള റെസ്പെക്റ്റ് നമ്മൾ തിരിച്ചുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് വേദനിക്കോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് നേരിട്ട് പറയാതിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലെ കൂടെ ആകുമ്പം അവർക്ക് കാര്യം മനസ്സിലാവും, മനസ്സ് വലുതായിട്ട് വേദനിക്കില്ല. ഞാൻ ഇന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 500 രൂപ ഇട്ട് തരുമോ, ഞാൻ കയ്യിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞു ഒരാളോട്. അയാൾ ഇത്രയും നല്ല പൈസയുള്ള ആളാട്ടോ. ഒരു നല്ല പൈസ പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ആസ്തി അയാളുടെ കയ്യിലുണ്ട്, നമ്മുടെ കാഴ്ചയിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏട്ടാ എനിക്കൊരു എമർജൻസിയാണ്, ഒരു 500 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിട്ടുമോ, ഞാൻ കയ്യിൽ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ അടുത്ത് എന്തോ ശരിയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സ് തുറന്ന് കാണിച്ചു. ഇതാണ് കേട്ടോ പേഴ്സ്. അപ്പോൾ പേഴ്സ് തുറന്ന് കാണിച്ചു കൊടുത്ത്, പേഴ്സ് പറഞ്ഞ് 500 രൂപ കൊടുക്കുമ്പോൾ എൻ്റെ പേഴ്സിൽ വേറെ പൈസ ഇല്ല കേട്ടോ. ആ 500 രൂപ മാത്രമേ ഉള്ളൂ, ഇതിൽ വേറെ പൈസ ഇല്ല. ഇത് ഇയാൾ കണ്ട്. അപ്പം ഈ 500 രൂപ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കിടാൻ പറയുമ്പോൾ അയാൾക്ക് എനിക്ക് മനസ്സിലാവും അക്കൗണ്ടിലും പൈസ ഇല്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അയാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പം ഞാൻ പ്ലംബിംഗ് വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ബിസിനസ് ഉണ്ടെന്ന് അറിയാലോ, അരി ബിസിനസ് ഉണ്ട്, നമ്മൾ ഹോം ഡെലിവറി ആയി അരി എത്തിച്ചു. ഇത്രയും കച്ചവടം ചെയ്യുന്ന നിൻ്റെ കയ്യിൽ ഒരു 500 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആയോ നീ ഇങ്ങനെ എന്ന് പറഞ്ഞു. അതായത് കാഴ്ചയിൽ എനിക്ക് നല്ല സെയിലും കച്ചവടം ഒക്കെ ഉണ്ട്, ഇങ്ങനെ നോക്കിയാലും കച്ചവടമുണ്ട്. അപ്പം കയ്യിൽ എന്താ 1 ഉറുപ്പിക ഇല്ലാത്ത എന്ന് ചോദിച്ചു. അപ്പം ഞാനാണ് ഇനിയാണ് എൻ്റെ ഉത്തരം. ഇതിൽ ഇപ്പോൾ ഇത് നോക്കിക്കോട്ടോ, 1 2 3 4 5 6 7 8 9 10 ഇതുപോലത്തെ 10 പേജുണ്ട് ഇതിൽ. അപ്പം ഇതുപോലത്തെ 10 പേജുണ്ട്. 100 കസ്റ്റമർ, 120 കസ്റ്റമർ. ഒരു കസ്റ്റമർ ചുരുങ്ങിയത് 1200 രൂപ 1300 രൂപ വെച്ച് തരാനുണ്ടാവും. 120 കസ്റ്റമറായി എത്ര രൂപയായി? 1,20,000 രൂപ. ഇതാണ് എൻ്റെ സമ്പാദ്യം. എൻ്റെ സമ്പാദ്യം എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിലാക്കി പൈസ ഇട്ട് വെക്കാനോ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സിലോ എൻ്റെ വീട്ടിലോ കുറേ പണം ഉണ്ടാക്കി അടച്ച് വെക്കാനോ, അങ്ങനെയാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമറായ അവൻ്റെ കയ്യിലുണ്ട്, അതാണ് എൻ്റെ സമ്പാദ്യം. അല്ലെങ്കിൽ ഈ സമ്പാദ്യത്തിലൂടെ ഞാൻ ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അരിയാണ്. ഈ മേടിച്ച് കഴിക്കുന്നതിലൂടെ അവർ സന്തോഷിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സന്തോഷത്തോടുകൂടി പൈസയാണ് എനിക്ക് തരുന്നത്. അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം എൻ്റെ സമ്പാദ്യം പറയുന്നത് ഇതാണ്, എൻ്റെ കസ്റ്റമറാണ് എൻ്റെ സമ്പാദ്യം. അപ്പം ഇതിലെൻ്റെ ഇതില്ലാതെ എൻ്റെ പൈസ പുറത്താണ്. എത്ര എൻ്റെ ഇതായാലും ഒരിക്കലും എൻ്റെ ബാങ്കിലോ എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ സമൂഹത്തിലാണ് എൻ്റെ സമ്പാദ്യം ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇത് ഈ യൂട്യൂബിൽ വീഡിയോ എന്തായാലും മുമ്പിൽ കാണും. ഇപ്പോൾ എൻ്റെ അടുത്തൊരു രീതിയായി മാറിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യൂട്യൂബിൽ കൂടെ പറയാം. അപ്പോൾ അവർക്ക് മനസ്സ് വേദനയില്ല, നമുക്ക് പറയാനുള്ളത് പറഞ്ഞ പോലെയായി. അപ്പോൾ ഇതൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇത് ഒന്നുകൂടി കൂട്ടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് കുറച്ചുകൂടി കൂടും. കുറേ എൻ്റെ ലക്ഷ്യം 1000 കസ്റ്റമർ. അല്ലെ ഇതും കൂടി പറയാം. 2018 ഞാൻ ബിസിനസ് തുടങ്ങുന്നത്. ഇതിപ്പോൾ 2025, 120 കസ്റ്റമറായി. എൻ്റെ ലക്ഷ്യം 1000 കസ്റ്റമർ. 1000 കസ്റ്റമർ ഞാൻ അത് എത്ര ദൂരത്ത് എവിടെ പോയിട്ടാണ് 1000 കസ്റ്റമർ ഞാൻ ആക്കും. അതാണ് എൻ്റെ ലക്ഷ്യം. അതിലേക്ക് എനിക്ക് ദൈവം മറ്റെന്താണ് പറയുക, അനുഗ്രഹവും എല്ലാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതൊന്ന് പറയട്ടെ, ഞാൻ ഇപ്പം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇന്ന് തന്നെ ഞാനത് യൂട്യൂബിലിടും. എനിക്കത് എൻ്റെ വാശിയാണത്. അപ്പോൾ ഓക്കെ, ബൈ.